പീഡിയാട്രിക് മൈനർ ഓറൽ സർജറി. മൈനർ ഓറൽ സർജറി ഉൾക്കൊള്ളുന്നത് ലോക്കൽ അനസ്തീഷ്യയിൽ നടത്തുന്ന ഓറൽ ശസ്ത്രക്രിയകളാണ്. കുട്ടികളിൽ ആവശ്യമായ ചില ഓറൽ സർജറീസ് ഇവയാണ്: മ്യൂക്കോസീൽ, റാനുല, ആങ്കലോഗ്ലോസിയ, മാക്സിലറി ഫ്രീനെക്ടമി. മ്യൂക്കോസീൽ ഉമിനീർ ഗ്രന്ഥികളുമായി ചേർന്ന് വികസിക്കുന്ന മ്യൂക്കസിൻ്റെ ഒരു അറയാണ് ഓറൽ മ്യൂക്കോസീൽ. അതിൻ്റെ തരങ്ങൾ മ്യൂക്കസ് റിറ്റൻഷൻ സിസ്റ്റ്, മ്യൂക്കസ് എക്സ്ട്രാവസേഷൻ ഫിനോമിന. ഉമിനീർ ഗ്രന്ഥികൾക്കോ ഉമിനീർ ഗ്രന്ഥിയുടെ ഓപ്പണിങ്ങിനോ ഉണ്ടാകുന്ന ആഘാതമാണ് മ്യൂക്കോസീലുകളുടെ ഏറ്റവും സാധാരണമായ കാരണം. ഇത് ഉമിനീർ ഒഴുക്കിനെ തടസ്സപ്പെടുത്തുന്നു. ഇത് ഉമിനീർ അടിഞ്ഞുകൂടുന്നതിനും ഒരു സിസ്റ്റ് രൂപപ്പെടുന്നതിനും ഇടയാകുന്നു. ചുണ്ട് കടിക്കുകയോ കവിൾ ചവയ്ക്കുകയോ തുടങ്ങിയവയാണ് ചില കാരണങ്ങൾ. മ്യൂക്കോസീൽ നീക്കം ചെയ്യുന്ന രൂപം: സിസ്റ്റിലേക്കൊരു ചെറിയ ഇൻസിഷൻ ഉണ്ടാക്കി സഞ്ചി നീക്കം ചെയ്യുന്നു. ഡിസോൾവബിൾ സ്യൂച്ചർ ഉപയോഗിച്ച് ഇൻസിഷൻ അടയ്ക്കുന്നതാണ്. ഇത് മുൻഗണനയുള്ള ചികിത്സയാണ്. ശ്രദ്ധാപൂർവം ചെയ്യുമ്പോൾ മികച്ച ഓപ്ഷനായി കണക്കാക്കപ്പെടുന്നു. റാനുല വായുടെ അടിയിലെ ഒരു മ്യൂക്കോസലാണ്. പ്ലഡ്ജിംഗ് റാനുല ദ സബ്മെന്റൽ ഓർ സബ്മാൻഡിബുലാർ സ്പേസിലേക്ക് വ്യാപിക്കുന്നതാണ്. നാവിൻ്റെ അടിയിൽ മുഴ പോലെ അല്ലെങ്കിൽ തടിപ്പ് പോലെ ഇളം നിറത്തിൽ വെൽ ഡിഫൈൻഡ് മാർജിനിൽ ബോള് പോലെ കാണുന്ന സിസ്റ്റാണ് റാനുല. ഈ സിസ്റ്റിനെ റാനുല എന്ന് വിളിക്കാൻ കാരണം ഇത് ഫ്രോഗ് പോലെ കാണാനുള്ളത് കൊണ്ടാണ്. നീക്കം ചെയ്യുന്നതിലുള്ള സാങ്കേതികതകൾ: ചെറിയ സിസ്റ്റ് എക്സിഷൻ, വലിയ സിസ്റ്റ് ലൈനിങ് പാകമാകുന്നതുവരെ മാസങ്ങളോളമുള്ള നിരീക്ഷിക്കൽ. പഡ്ജിംഗ് റാനുല ആവർത്തനത്തെ തടയാൻ ഗ്രന്ഥിയുടെ എക്സിഷൻ. ആങ്കൈലോക്ലോസിയ നാവിന്റെ കെട്ട് ടങ് ടൈ എന്നും സാധാരണമായി അറിയപ്പെടുന്നു. ഇത് നാവിന്റെ ചലനത്തെ പരിമിതപ്പെടുത്തുന്ന അവസ്ഥയാണ്. ലിംഗ്വൽ ഫ്രീനം നാവിനെ സ്വതന്ത്രമായി ചലിപ്പിക്കാൻ അനുവദിക്കാത്തതിനാൽ അത് വേർപെടുത്തിയിട്ടില്ലെങ്കിൽ അത് നാവിന്റെ സാധാരണ പ്രവർത്തികളെ തടസ്സപ്പെടുത്തുന്നു. ക്ലിനിക്കൽ സവിശേഷതകൾ: കുഞ്ഞിന് ഭക്ഷണം കൊടുക്കുന്ന അമ്മമാരിലുള്ള മുലക്കണ്ണിലുള്ള വേദന, ഉച്ചരിക്കാനുള്ള ബുദ്ധിമുട്ട്, നാവിന്റെ ചലനശേഷി കുറയുന്നത്, ചുണ്ടുകൾ നക്കുന്നതിലുള്ള ബുദ്ധിമുട്ട്. ജനന സമയത്തിന്റെ ഉടൻ തന്നെ നാവ് ടൈയുടെ ചികിത്സ നടത്തുന്നതാണ്. അതിലെ പ്രധാനമായ ഒന്നാണ് ഫ്രീനെക്ടമി. ഇത് കുട്ടികളിലും മുതിർന്നവരിലും വളരെ സാധാരണമായി നടത്തപ്പെടുന്ന ഒരു ദന്ത ശസ്ത്രക്രിയയാണ്. അത് 2 തരമുണ്ട്: സെഡ്-പ്ലാസ്റ്റി ഫ്രീനെക്ടമി, വിവൈ-പ്ലാസ്റ്റി ഫ്രീനെക്ടമി. മാക്സിലറി ഫ്രീനെക്ടമി. ആദ്യമായി ഫ്രീനെക്ടമി. ഫ്രീനെക്ടമി എന്ന് പറയുന്നത് ഫ്രീനത്തിൻ്റെ പൂർണ്ണമായ നീക്കത്തിനെയാണ് ഫ്രീനെക്ടമി എന്ന് പറയുന്നത്. അടുത്തതായി ഫ്രീനോട്ടോമി. ഫ്രീനത്തിൻ്റെ ഭാഗികമായ നീക്കത്തിനെയാണ് ഫ്രീനോട്ടോമി എന്ന് പറയുന്നത്. ക്ലിനിക്കൽ സവിശേഷതകൾ: പല്ലിനിടയിലുള്ള വിടവ്, ശുചിത്വ നടപടികൾ ചെയ്യുന്നതിനുള്ള തടസ്സം സൃഷ്ടിക്കൽ, ഇന്റർഡെന്റൽ ടിഷ്യൂകളുടെ ബ്ലാഞ്ചിങ്, ഘടിപ്പിച്ചിരിക്കുന്ന മോണയുടെ പ്രത്യക്ഷ മേഖലയുടെ അഭാവം. ഇതൊക്കെയാണ് ഫ്രീനെക്ടമിയുടെ ക്ലിനിക്കൽ സവിശേഷതകൾ. അടുത്തതായി ഫ്രീനം നീക്കം ചെയ്യുന്നതിനുള്ള സൂചനകൾ. ഫ്രീനം താഴെ പറയുന്ന കാര്യങ്ങൾക്ക് തടസ്സം നിൽക്കുമ്പോഴാണ് ഫ്രീനം നീക്കം ചെയ്യുന്നത്. അതായത് 1. ചുണ്ടിൻ്റെ ചലനത്തെ ബുദ്ധിമുട്ടിപ്പിക്കുമ്പോൾ. 2. മധ്യഭാഗത്തെ വിടവ് അടയ്ക്കുന്നതിന് ബുദ്ധിമുട്ടായി നിൽക്കുമ്പോൾ. 3. പല്ല് വൃത്തിയാക്കുന്നതിന് തടസ്സം നിൽക്കുമ്പോൾ. അടുത്തതായി ഫ്രീനം നീക്കം ചെയ്യുന്ന ടെക്നിക്കുകൾ. ഫ്രീനം നീക്കം ചെയ്യുന്ന ടെക്നിക്കുകൾ 2 എണ്ണമാണ് നിലവിൽ ഉള്ളത്. ഒന്ന് സെഡ്-പ്ലാസ്റ്റി, രണ്ടാമത്തത് സിമ്പിൾ ഫ്രീനെക്ടമി.